എല്ലാ ദിവസവും ഹാർവസ്റ്റ് ടിവിയിൽ രാവിലെ 6 മുതൽ 7 വരെ പ്രാർത്ഥിക്കുന്ന കേരളം, പ്രേയിങ് കേരള. Israel all the land of which he had sown to give to their fathers, and they took possession of it and dwelt in it. The Lord gave rest. Hallelujah. Harvest Television Road, കോട്ടയം ഗ്രേസ് ചാപ്പൽ കുടുംബം ഒരുക്കുന്ന പ്രേയിങ് കേരള, പ്രാർത്ഥിക്കുന്ന കേരളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങളുടെ എല്ലാ ബഹുമാന്യ പ്രിയമുള്ളവരെയും ഈ പ്രഭാതത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളോട് ചെയ്ത വാഗ്ദത്തങ്ങൾ അവൻ യഥോചിതം തക്ക സമയത്ത് പൂർത്തീകരിക്കുന്ന ദൈവമാകിയ ആ യേശുവിൽ തന്നെ ആശ്രയിച്ച് 2 കരങ്ങളും ഉയർത്തിയ അവിടുത്തെ നാമത്തെ ഒന്നു ചേർന്ന് Jesus. Welcome everyone to join us for one hour prayer, praise and worship. God is faithful in His promises, and He will see that it is fulfilled in the lives of His children. And today is your day of miracle. ഇന്ന് താങ്കളുടെ ജീവിതത്തിന്റെ അത്ഭുതത്തിന്റെ ദിവസം. For there is nothing impossible with Jesus. യേശുവിനാൽ കഴിയാത്ത ഒരു കാര്യവും ഇല്ലല്ലോ. Jesus, we thank you. എല്ലാവരും ചേർന്ന് 2 കരങ്ങളും ഉയർത്തി യേശുവേ ഈ ആഴ്ചയുടെ ആരംഭ പ്രവൃത്തി ദിവസത്തിൽ യേശുവിനെ 2 കരങ്ങളും ഉയർത്തി സ്തോത്രം ചെയ്ത് ഈ ആഴ്ചയുടെ ആരംഭ പ്രവൃത്തി ദിവസം ആരാധനയോടെ നമുക്ക് ആരംഭിക്കാം. യേശുവിന് മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. Let's all worship the Lord. Jesus alone. Hallelujah.
Jesus alone, and Jesus alone. Jesus, you alone. Jesus, Jesus, Jesus. We thank you, Lord. Oh, let's sing one more time. Hallelujah. Hallelujah. യോശുവ 21:41 നാം വായിക്കുന്നു. So the Lord gave to Israel all the land which he had sworn to give to their fathers, and they took possession of it and dwelt in it. Verse number 44 says, the Lord gave them rest all around, according to all that he had sworn to their fathers, and not a man of all their enemies stood against them. The Lord delivered all their enemies into their hands. Not a word failed of any good thing which the Lord had spoken to the house of Israel. All came to pass. I would encourage Joshua chapter 21 verses from 43 till 45. 43 മുതൽ 45 വരെ. ജോഷുവയുടെ പുസ്തകം 21-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ ദയവായി എല്ലാവരും വായിക്കണമെന്ന് ഞാൻ ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. 2 കരങ്ങളും ഉയർത്തി യേശു എന്ന പരിശുദ്ധനായ കർത്താവിന് 2 കരങ്ങളും ഉയർത്തി ആഴ്ചയുടെ ആരംഭ പ്രവൃത്തി ദിവസത്തെ the first working day of this new week. Let's all give Hosanna. Not a word failed of any good thing which the Lord had spoken to the house of Israel. ഇസ്രായേൽ മക്കളോട് ദൈവം വാഗ്ദത്തം ചെയ്ത ഒരു വാക്ക് പോലും നിറവേറാതെ പോയില്ല. All came to pass. The Bible says so. It is so. ബൈബിൾ അങ്ങനെ പറയുന്നു എങ്കിൽ അതിന്റെ അർത്ഥം അങ്ങനെ തന്നെ. Thank you, Jesus. മരണത്തെ ജയിച്ചവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. 1-ാം സങ്കീർത്തനം അതിന്റെ 2-3 വാക്യങ്ങൾ. സങ്കീർത്തനം 1 അതിന്റെ 2-3. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കും, അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ആര്? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചു. അവന്റെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആരോ ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞു, ബൈബിൾ വായിക്കാനുള്ള പുസ്തകമല്ല, പകരം ധ്യാനിക്കാനുള്ള പുസ്തകം. ഈ പ്രഭാതത്തിൽ ഈ ആഴ്ചയുടെ പുതിയ ദിവസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ദിസ് ഈസ് എ വേർഡ് ഓഫ് എൻകറേജ്മെന്റ് ടു യു. നിങ്ങളോടുള്ള ഞങ്ങളുടെ പ്രോത്സാഹനം ഇതായിരിക്കും. ലെറ്റ്സ് മേക്ക് ദി വേർഡ് ഓഫ് ഗാഡ് as a stock that would meditate and live on. നമ്മൾ ധ്യാനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന വസ്തു ദൈവത്തിന്റെ വചനമാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. The very word that we carry in our hands, നമ്മുടെ കരങ്ങളിൽ വഹിക്കുന്ന വചനം സാക്ഷാൽ ജീവിക്കുന്ന ദൈവം തന്നെയാണ്. ദൈവവചനത്തിന് വഴികാട്ടിത്തരാൻ കഴിയാത്ത ഒരു സങ്കീർണമായ അവസ്ഥയും ഭൂമിയുടെ വരപ്പിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, നാളെയും ഉണ്ടാകത്തില്ല.
യേശുവിന് അഴിക്കാൻ കഴിയാത്ത ഒരു കുരുക്ക് ഇന്നുവരെ ഭൂമിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാകുകയുമില്ല. ഏതിരുട്ടിൽ തപ്പിത്തടയുന്നവനോ ദൈവത്തിന്റെ വചനം വഴികാട്ടിയാകയാൽ രണ്ട് കരങ്ങളും ഉയർത്തി ദൈവം നമുക്ക് കർത്താവിന്റെ വചനം തന്നതിന് നന്ദി പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. ഫാസസിനും ജോഷുവയുടെ പുസ്തകം 21-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളോട് ഒന്ന് വായിച്ച് കേൾപ്പിക്കുമ്പോൾ കഴിയുമെങ്കിൽ രണ്ട് കരങ്ങളും ഉയർത്തി ഈ ആരാധന നടക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോട് വാതുറന്ന കർത്താവിന് സ്തോത്രം ചെയ്ത് ആ ഭവനത്തിനകത്ത് കഴിയുമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ആശുപത്രിയിലാണെങ്കിലും ചാപ്പലിലാണെങ്കിലും എയർപോർട്ടുകളിലാണെങ്കിലും എവിടെ ഇരുന്ന് ഈ പകൽ ഈ ശുശ്രൂഷയിൽ താങ്കൾ പങ്കെടുക്കുന്നു, wherever you are, I would encourage you, would you stand on your feet, would you stretch forth both of your hands to the heaven and say thank you Jesus, thank you Jesus God, thank you Jesus for the word that is unchanging. മാറ്റമില്ലാത്ത അങ്ങയുടെ വചനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. Thank you Lord for your word that brings healing, deliverance in our lives. ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലും സൗഖ്യവും കൊണ്ടുവരുന്ന യേശുവേ അങ്ങയുടെ വചനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. Give me Lord that grace today as I pray in Jesus mighty name Lord, that I would meditate on your word day and night. കർത്താവേ, രാവും പകലും അങ്ങയുടെ വചനത്തെ ധ്യാനിക്കുവാനുള്ള കൃപ അവിടുന്ന് എനിക്ക് നൽകണമേ. 21:45 മുതൽ 43 മുതൽ 45 വരെ. യഹോവ ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു. അവർ അത് കൈവശമാക്കി അവിടെ കുടിപാർത്തു. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഒക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാക്കാതെ സകലവും നിവൃത്തിയായി. യഹോവ ഇസ്രായേൽ മക്കളോട് വാഗ്ദത്തം ചെയ്ത സകല വാക്കുകളും ഒന്നും വൃഥാവാകാതെ. No word that came out of the mouth of God was aborted. And I am speaking to you today. ഞാൻ താങ്കളോട് സംസാരിക്കുന്നത്, ഞാൻ താങ്കളുടെ കുടുംബത്തോട് സംസാരിക്കുന്നത്, ഞാൻ താങ്കളുമായി ബന്ധപ്പെട്ട ജീവിതങ്ങളോട് സംസാരിക്കുന്നത്. യേശു താങ്കളോട് പറഞ്ഞ വാക്കുകൾ ഒന്നും വൃഥാവായി പോകില്ല. Yes, this is what I hear from the Lord this morning. ദൈവത്തിന്റെ ആത്മാവ് ഞാൻ കേൾക്കുന്ന ദൈവത്തിന്റെ ആലോചനയായത്. No word that God has promised to your life will be aborted. നിങ്ങളോട് യേശു പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുപോലും അത് പൂർത്തീകരിക്കപ്പെടാതെ പോകില്ല. That will come to pass. Why I say this is good in my life? Because he is faithful in his promises. ഞാൻ യേശു നല്ലവനാണെന്ന് പാടുവാൻ കാരണമെന്താ? അവിടുന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം അവൻ നിറവേറ്റുന്ന ദൈവമാകിയാൽ. രണ്ട് കരങ്ങളും ഉയർത്തി ഞങ്ങളോടൊപ്പം ചേർന്ന് യെസ്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുക. അടുത്ത വാക്ക്, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഞാനൊരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുക. തങ്ങളുടെ കരങ്ങൾ കൊണ്ട് ചെയ്യുന്നതൊക്കെ സാധിക്കും. ഇതുവരെ അത് കെടുതിയായിരുന്നു, ഇതുവരെ അത് നഷ്ടമായിരുന്നു, ഇതുവരെ അത് ഫലമില്ലാത്തതായിരുന്നു. യേശു താങ്കളുടെ കരങ്ങളെ ഇന്ന് പകൽ സ്പർശിക്കുന്നത് കൊണ്ട്, അനുഗ്രഹിക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ ജീവിതത്തിൽ ഇന്ന് പകൽ താങ്കൾ തീരുമാനമെടുക്കുന്നത് കൊണ്ട്, this shall be a mark in your life. ഇത് താങ്കളുടെ ജീവിതത്തിൽ ഒരു അടയാളമായിരിക്കും. Every word that God promises to you will be fulfilled. നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ഓരോ വാക്കുകളും അവനത് പൂർത്തീകരിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നോട് ചേർന്ന് യേശുവിന്റെ നാമത്തിൽ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായി വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനപ്രകാരം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. Oh Lord, I pray and bless each of them in the mighty name of Jesus, that their work of their hands
be fruitful from now in Jesus name. യേശുവിന്റെ നാമത്തിൽ അവരുടെ കരങ്ങളുടെ പ്രവൃത്തികൾ ഈ നിമിഷം മുതൽ ഫലപ്രദമായി തീരട്ടെ. അത് 100 മേനി ഫലമുള്ളതായി മാറട്ടെ. ജീവിതത്തിന്റെ സമസ്ത മേഖലകളും യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. ചേർന്ന് മറിയാമ്മ തിരുവല്ലയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുവാണ്. ഒരു ക്ഷീണവും തളർച്ചയും ഉണ്ടായ സമയത്താണ് പ്രേയങ്കറിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചത്. കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്തു. കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്തു. യേശു സകലത്തിന് മതിയായ ദൈവമാണ്. റോഹൻ മൈലപ്പറയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ആ സിസ്റ്ററിന് യൂണിഷന് 10th CBSE എക്സാം എഴുതുന്ന സമയത്താണ് ഇവിടെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ഇന്ന് വിളിച്ചിരിക്കുന്നു. ആ സിസ്റ്റർ എല്ലാ വിഷയത്തിനും A+ഓടെ പാസ്സായി. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ വിന്നേഴ്സ്. എല്ലാ വിജയാളികൾക്കും പ്രേയിങ് കേരളയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന ഇന്നലെയും നാളെ ഇന്നായിട്ട് 10th CBSEയുടെയും ഒക്കെ എക്സാം റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുക. ഇവിടെ 100 കണക്കിന് വിദ്യാർത്ഥിനികൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചിരുന്നു. അനേകരുടെ ഇന്നലെ രാത്രി 10:30 ആയപ്പോൾ നമ്മുടെ ഡോക്ടർ ഫെലിക്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. എല്ലാത്തിനും A+ സെക്യൂർ ചെയ്തു. എല്ലാവർക്കും ഞങ്ങളെ കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കുന്നു. തീർച്ചയായിട്ടും ദൈവം നമുക്ക് നൽകുന്നത് സ്പിരിറ്റ് ഓഫ് എക്സലൻസ്. When God has a spirit of excellence for each of us, why should we stand away from him? എക്സൽ ചെയ്യുവാനുള്ള, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് പോകുവാൻ, മഹിമയിലേക്ക് വരുവാൻ, ഉയർച്ചയിലേക്ക് വരുവാനുള്ള കൃപ ദൈവത്തിന്റെ പക്കൽ ഉള്ളപ്പോൾ നമ്മൾ എന്തിനു മാറി നിൽക്കണം? ഓർമ്മശക്തി ഉള്ളവരായി താങ്കൾ മാറും. പഠിക്കുന്നതിൽ കൃത്യതയുള്ളവരായി മാറും. ദൈവത്തിന് അനുഗ്രഹം താങ്കളുടെ മേൽ വരും. റിനു, അടുത്ത പ്രൈസ് റിപ്പോർട്ട് പറയുന്നതിന് മുമ്പ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവരുടെ മാതാപിതാക്കൾ ഞങ്ങളോടൊപ്പം ചേർന്ന് 2 കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച്, യേശുവേ മാതാപിതാക്കളെയും ഒരുപോലെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കരുത്. CBSE എക്സാമിൽ 10th +2 റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ ഞങ്ങളുടെ അനേക കുഞ്ഞുങ്ങൾ കൊടുത്ത ഉയർന്ന വിജയത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അവരെ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുമോദിക്കുമ്പോൾ അവിടുത്തെ കരം അവരുടെ മേൽ വയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തിൽ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നന്മ കൊണ്ടവരെ നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ പിതാവേ. ഇന്നലെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നതുപോലെ അക്കാഡമിയ എന്ന കോൺഫറൻസ് വളരെ വിജയപ്രദമായി അനേകരുടെ നല്ല അനുഭവങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്നു. ആ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം നിന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. അക്കാഡമിയ പ്രോഗ്രാം ഇന്നലെ തീർന്നു, പക്ഷേ പ്രാർത്ഥന തീർന്നിട്ടില്ല. തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിവരങ്ങൾ വിളിച്ചു പറയുക. പ്രയറിന് വേണ്ടി കുഞ്ഞുങ്ങളെ രജിസ്റ്റർ ചെയ്യുമെങ്കിൽ അവർക്ക് വേണ്ടി തയ്യാറാക്കിയൊരു ഫോം ഉണ്ട്. അതിനകത്ത് പേരൻസിന്റെ വിവരങ്ങൾ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വിവരങ്ങൾ 7 മണിക്ക് ശേഷം വിളിച്ചു പറയുവാൻ ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാത്ത രോഗവിവരങ്ങൾ, അർജന്റായിട്ടുള്ള വിവരങ്ങൾ തീർച്ചയായിട്ടും ഉടൻ തന്നെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കണം. അടുത്ത പ്രൈസ് റിപ്പോർട്ട് പറയുന്നതിന് മുമ്പ് BP കൂടി, ഞരമ്പ് പൊട്ടി ഹോസ്പിറ്റലിലാണ് മണിയപ്പൻ കോട്ടയത്തു നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ ആ ജീവിതത്തിന് മേൽ ഉണ്ടാകട്ടെ. എന്റെ കർത്താവിന്റെ മഹത്വം, യേശു ചെയ്ത വിടുതല് ആ ജീവിതം ഇപ്പോൾ തന്നെ അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവ്. കുക്കു പേയാട് നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾ പ്രഗ്നന്റ് ആണ്. കുഞ്ഞിന് തീരെ വളർച്ചയില്ലെന്ന് ഡോക്ടർ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് പ്രേയിങ് കെയറിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം സ്കാൻ ചെയ്തു. റിപ്പോർട്ട് നോർമലാണ്. കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്തു. വളർച്ചയില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ സ്ഥാനത്ത് പ്രേയിങ് കേരളയിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. അതിനുശേഷം അതേ ഡോക്ടർമാർ തന്നെ പറയുന്നു കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല എന്ന്. ഈ മാറ്റം തരുന്നത് യേശുവാണ്. താങ്കൾ കടന്നു പോകുന്ന സാഹചര്യം എന്താണെങ്കിലും ഇന്ന് പകൽ ഇരുട്ടും വെളിച്ചവും തമ്മിൽ വ്യത്യാസമുള്ളതുപോലെ ഒരു മനുഷ്യന്റെയും ബുദ്ധിയിൽ തോന്നിയിട്ടില്ലാത്ത, ഒരു മനുഷ്യനും ചിന്തിച്ചിട്ടില്ലാത്ത നിലയിൽ, ഒരു കരുതലും ലോകത്തിൽ ആരും കരുതിയിട്ടില്ലാത്ത നിലയിൽ താങ്കൾക്ക് വേണ്ടി കരുതുവാൻ, പ്രവർത്തിപ്പാൻ ഈ യേശു വലിയവനായ ദൈവമാകിയാൽ 2 കരങ്ങളും ഉയർത്തി
ഇന്ന് ഈ പ്രോഗ്രാം തീരുന്നതിന് മുമ്പ്, ഈ ശുശ്രൂഷ തീരുന്നതിന് മുമ്പ് താങ്കൾ ഇവിടേക്ക് വിളിച്ചു പറയാൻ പോകുന്നത് യേശുവിന്റെ സ്പർശനം അനുഭവിച്ചു എന്നുള്ളത്. ഇപ്പോൾ തന്നെ കഴിയുന്നവർക്ക് എഴുന്നേറ്റ് ആ സ്ക്രീനിലേക്ക് വന്ന് സ്പർശിച്ചാട്ട് ഇപ്പോൾ തന്നെ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. രോഗത്താൽ കടന്നു പോകുന്നവർ, ഇപ്പോൾ തന്നെ വിവിധ ക്ലേശങ്ങളിലൂടെ പോകുന്നവർ, വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവർ, മൂലാമാല പോലുള്ള വിഷയങ്ങളിലൂടെ വലയുന്ന പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതിരുന്നവർ, ഇപ്പോൾ തന്നെ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ അത്ഭുത ശക്തി, യേശുവിന്റെ അത്ഭുതത്തിന്റെ ശക്തി, യേശുവിന്റെ പിടിപ്പിക്കുന്ന ശക്തി, യേശുവിന്റെ ജീവൻ, യേശുവിന്റെ സമൃദ്ധമായ ജീവൻ താങ്കളിലേക്ക്, താങ്കളുടെ കുടുംബത്തിലേക്ക് ശക്തമായി പ്രവഹിക്കുന്നു. എഴുന്നേറ്റ് ഇപ്പോൾ തന്നെ ആ സ്ക്രീനിൽ തൊട്ട് പ്രാർത്ഥിക്കുക. അടുത്ത മിനിറ്റുകളിൽ താങ്കൾ വിളിച്ചു പറയാൻ പോകുന്നത് യേശുവിന്റെ വിടുതലിന്റെ സാക്ഷ്യമാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു പോകുന്ന സാഹചര്യം എന്താണെങ്കിലും ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ 100% വ്യത്യാസവും മാറ്റവും അവിടെ ഉണ്ടാകട്ടെ. ആരോഗ്യം അനുഗ്രഹിക്കപ്പെട്ടതാകട്ടെ. ആ രോഗശക്തികൾ യേശുവിന്റെ നാമത്തിൽ അവരിൽ നിന്ന് വിട്ടുമാറട്ടെ. I come against every spirit of sickness in Jesus' that you leave their bodies right now in Jesus' name. യേശുവിന്റെ നാമത്തിൽ അതിപ്പോൾ സംഭവിക്കട്ടെ. Every sick be healed in Jesus' name. Every disease be gone in Jesus' name. And I come against every infirmities in Jesus' mighty name. And be gone in Jesus' mighty name. യേശുവിന്റെ നാമത്തിൽ എല്ലാ വ്യാധികളെയും ഞാൻ ശാസിക്കുന്നു. രോഗങ്ങൾ മാറട്ടെ. സമ്പൂർണ്ണ സൗഖ്യം ഇപ്പോൾ മുതൽ അവർ അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രത്യേക നിയോഗത്തില് ഞാനിപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അടുത്ത മിനിറ്റുകളിൽ യേശു നിങ്ങളെ ശരീരം ചെയ്ത വിടുതലുകൾ ടെലഫോണിൽ വിളിച്ചു പറയണം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തീർച്ചയായിട്ടും വിളിച്ച് നിങ്ങൾക്ക് യേശു ചെയ്ത നന്മകളെ അറിയിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. വിളിച്ചിരിക്കുന്നു. പനിയാലും ചുവയാലും ശ്വാസമെല്ലാം മാറപ്പെടുന്നു. ഞങ്ങൾ ഒന്നിച്ച് കർത്താവേ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിമിഷം തന്നെ പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. എല്ലാ ശ്വാസത്തിന്റെ തടസ്സങ്ങളും മാറട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ഹസ്ബൻഡ് കാർഡിയോളജിസ്റ്റിനെ കാണുവാൻ പോകുന്നു. കുഴപ്പമൊന്നും കാണാതിരിക്കാൻ പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മേഖലയിലും ദൈവിക ആരോഗ്യത്തെ ഞങ്ങൾ വിളിച്ചു വരുത്തുന്നു. സ്വർഗീയ നന്മകൾ കൊണ്ട് മകനെ നിറച്ചാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ. എറണാകുളത്ത് നിന്ന് മേഴ്ച വിളിച്ചിരിക്കുന്നു. മകന്റെ ശമ്പളം കൂടുതൽ കിട്ടണം, മകന്റെ വിവാഹം നടക്കണം. കർത്താവേ, മകനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവൻ ജോലിയിൽ ഉയർന്ന ശമ്പളം ലഭിക്കട്ടെ കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട വിവാഹം തക്കതായ ഗുണയെ കർത്താവ് ഒരുക്കി കൊടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. മകന്റെ പഠനം നന്നാകണം, നല്ലൊരു ഭവനം വേണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ശുഭഭാവി ഉണ്ടാകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, തക്ക സമയത്തുള്ള ഭവനത്തിന്റെ പണി നടക്കുവാൻ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ വിളിച്ചിരിക്കുന്നു. കർത്താവിന്റെ ജോലിയിൽ പ്രമോഷൻ ലഭിക്കണം. ഒരു സ്ഥലവും വസ്തുവും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സുഖയില്ലായിരിക്കുന്ന മകന് കർത്താവ് ജോലിയിൽ പ്രമോഷൻ ലഭിച്ചാണ്. മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ കർത്താവെ. അവരാഗ്രഹിക്കുന്ന സ്ഥാനത്ത് തന്നെ കർത്താവെ നല്ലൊരു സ്ഥലവും അവനും വാങ്ങിക്കൊണ്ടൊക്കെ വേണം. കർത്താവർക്ക് വഴികൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. വിളിച്ചിരിക്കുന്നു. പഠിക്കുന്നു. എഞ്ചിനീയറിംഗ് എക്സാം ആണ്. യേശുവിന്റെ നാമത്തിലാണ് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമെന്നൊക്കെയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അത് ക്ഷേമത്തോടെ അവരായിരുന്ന ദൈവിക പ്രവൃത്തി വ്യക്തതയോടെ വെളിപ്പെടുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ചെന്നൈയിൽ നിന്ന് സൂരജ് വിളിച്ചിരിക്കുന്നു. എഞ്ചിനീയറിംഗ് സെമസ്റ്റർ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. 29-ാം തീയതി 31-ാം തീയതി മാത്സിന്റെ എക്സാം. അതിനുവേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ചെന്നൈയിൽ നിന്നും സൂരജ് വിളിച്ചിരിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കൾ ദൂരെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രേയിങ് കേരളയുടെ നമ്പർ കൊടുത്ത് അവർ പരീക്ഷയ്ക്ക് മുമ്പേ നമ്മളെ വിളിക്കുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ പരിപാലനവും കൂടിയിരിക്കണം. നമുക്ക് ഒന്നിച്ച് സൂരജിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ചെയ്യുവാൻ സൂരജിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന
പഠിക്കുന്ന ഒരു എക്സാം നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവ് നിന്റെ സാന്നിധ്യം അവനോട് കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിഷയ കർത്താവ് അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ആ മാത്സിന്റെ എക്സാമിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഉന്നതമായ വിജയം നീ അവന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവ് എഞ്ചിനീയറിംഗിന്റെ മഹി ക്ലാസ്സുകളിൽ കർത്താവെ എക്സാം എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഇന്ന് പകൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മേൽ ഇറങ്ങി ഉന്നതമായ വിജയം നീ അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. കൊടുങ്ങല്ലൂരിൽ ഇസബെല്ല എന്ന സഹോദരി വിളിച്ചിരിക്കുന്നു. പാവുള തങ്കമ്മ ദമ്പതികൾ ഇരുവരും സുഖമില്ലാതെ ഭാരപ്പെടുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പിതാവേ, ഈ ജീവിതങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഇരുവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉണ്ടാവട്ടെ യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ അജിത തിരുവല്ലയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. അക്കൗണ്ടൻസിയുടെ ട്യൂഷൻ നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, ആ മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആ ട്യൂഷൻ കർത്താവെ നല്ലപോലെ നടക്കുവാൻ കർത്താവെ അതിന്റെ തടസ്സങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവെ, ആ വിഷയത്തിൽ കർത്താവെ നിന്റെ മകൾക്ക് ഉയർന്ന വിജയം നീ കൊടുത്താട്ട്. കർത്താവ് അങ്ങനെ ചെയ്ത കുറയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. കോട്ടയത്ത് നിന്ന് ജെയിംസ് ബ്രദർ വിളിച്ചിരിക്കുന്നു. ഒരു ചിട്ടി കൂടിയിട്ടുണ്ട്, അത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ സാമ്പത്തിക സ്രോതസ് കർത്താവെ അദ്ദേഹത്തിന് അനുകൂലമായി ലഭിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. വിജയ് മണ്ണർകാട് നിന്ന് വിളിച്ചിരിക്കുന്നു. നല്ലൊരു ജോലി വേണം, നല്ല ഭവനം വേണം, ആത്മീയത്തിൽ ഉയർച്ചയോടെ മകൾ പഠിത്തത്തിൽ മുന്നേറണം. കർത്താവെ, ആ മകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ജോലി കൊടുത്ത് നീ അവളെ മാനിച്ചാട്ട്, ഒരു നല്ല ഭവനം കൊടുത്ത് നീ അതിന് മാനിച്ചാട്ട്, അതിനുള്ള സാമ്പത്തിക ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്താട്ട് ആത്മീയത്തിൽ കർത്താവെ മുന്നേറുവാൻ കർത്താവ് പരിശുദ്ധാത്മാവ് വലിയ സാന്നിധ്യത്താൽ നിറച്ചാട്ട് ആ മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആ പഠനത്തിൽ മുന്നേറുവാൻ കർത്താവെ അവരുടെ ഭാവി ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത തുറയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. പത്തനംതിട്ടയിൽ നിന്ന് ഷീല വിളിച്ചിരിക്കുന്നു. മൂത്ത മകൾ ഷീല മലേറിയയായി മധ്യപ്രദേശിൽ നിന്ന് തിരികെ വന്നു. ഇപ്പോൾ ഫിക്സ് ഉണ്ട്. പൂർണ്ണ സൗഖ്യത്തിനായി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ആ മകൾക്കായി പ്രാർത്ഥിക്കുന്നു. പിതാവേ, നിന്റെ കരം നീട്ടി ആ മകളെ നീ സുഖപ്പെടുത്തുമാറാകണമേ. ആ ശരീരത്തിന്മേലുള്ള എല്ലാ വ്യാധികളെയും നീ സുഖപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യം ഇവിടെ വ്യാപരിക്കുമാറാകട്ടെ. അങ്ങനെ സംഭവിച്ചിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഡിയോൺ പഠനത്തിൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടി കർത്താവെ ആ മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവന്റെ പഠനത്തിൽ കർത്താവ് അവൻ ഏത് വിഷയത്തിൽ പുറകോട്ടെങ്കിൽ കർത്താവെ ഹല്ലേലൂയ യേശുവിന്റെ കരം നിന്റെ മകനോട് ഇടുന്നാട്ട്. കർത്താവെ, അവന്റെ ബുദ്ധിമണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തുറക്കുന്നു. അവൻ പഠനത്തിൽ കർത്താവെ ഉയർച്ചയിലേക്ക് വരട്ടെ. ഞങ്ങൾ അവനെ അനുഗ്രഹിക്കുന്ന അവന്റെ ഭാവി യേശുവിന്റെ അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സൂസൻ വിളിച്ചിരിക്കുന്നു. ഐഷ സതീശൻ എന്ന സഹോദരിക്ക് ഇന്ന് യൂട്രസിന്റെ റിമൂവ് എന്റെ ഓപ്പറേഷൻ നടക്കുന്നു. പ്രത്യേകമായി പ്രാർത്ഥിക്കാനുണ്ട്. നമ്മൾ അപേക്ഷിച്ച് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ഈ പ്രിയ സഹോദരിയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്നവനെ അങ്ങയുടെ കരം ഈ സഹോദരിയുടെ മേൽ വെറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായ സൗഖ്യം അവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ കൊടുക്കുന്ന വലിയ വിടുതലായി സൗഖ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. എറണാകുളത്ത് നിന്ന് അമ്മണി എന്നൊരു സഹോദരൻ വിളിച്ചിരിക്കുന്നത് മകൻ മനോജിന് ലിവറിന്റെ പ്രോബ്ലത്താൽ ഭാരപ്പെടുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ മനോജിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ലിവറിന്റെ രോഗത്താൽ ഭാരപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ സൗഖ്യമാകുന്ന കരം ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽ കർത്താവ് വെക്കാൻ പോകുക. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ഈ സഹോദരൻ മനോജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിവറിന്റെ എല്ലാ പ്രോബ്ലവും കർത്താവേ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇതേ നിമിഷം സൗഖ്യമാകട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ ശക്തി മാനുമേൽ ഇറങ്ങിച്ചെല്ലട്ടെ. അതോടൊപ്പം ലിവർ രോഗത്താൽ ഭാരപ്പെടുന്ന അനേകരെ നിന്റെ കരങ്ങളെ ഏൽപ്പിക്കുകയാണ്. അങ്ങ് കൊടുക്കുന്ന അത്ഭുത സൗഖ്യങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. വിടുവിച്ചാട്ടെ, സൗഖ്യമാക്കിയാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. വിജയൻ വിളിച്ചിരിക്കുന്നു. 6 മാസമായി തോളിന് വേദന പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി, അതുപോലെ ഓരോ വിഷയത്തിൽ ഭാരപ്പെടുന്നു, ഭയപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് വിടുവിടുന്നതിന് വേണ്ടി കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യം യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അതുപോലെ ഭയത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ദൈവിക സമാധാനം സ്വസ്ഥതയും ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എബ്രഹാം കോട്ടയത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. അപ്പന്റെ മദ്യപാനം മാറണം, കുടുംബമായി മാനസിക ഐക്യത ഉണ്ടാകണം. എബ്രഹാം കുടുംബം സുശേഷയിലാണ്. അവർക്ക് ഭവനമില്ല, മക്കളില്ല. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിന്റെ ആസക്തി കുടുംബം വിട്ട് പുറത്തു പോകട്ടെ. പൂർണ്ണ ബലമുകളിൽ കൽപ്പിച്ചാക്കുന്ന കർത്താവേ, ദൈവിക സമാധാനം സ്വസ്ഥതയും ഭവനത്തിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾക്ക് തക്ക സമയത്തിന് ഭവനം ചമപ്പാൻ ഞങ്ങളുടെ വഴികൾ അവിടുന്ന് തുറന്നു വരട്ടെ. ആരോഗ്യകരമായ ഒരു തലമുറയെ കൊടുത്തുകൊണ്ട് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
യേശുവിൻ നാമത്തിൽ തന്നെ. മകന്റെ കുഞ്ഞുമോളെ വിളിച്ചേക്കുന്നു. മകളെ BS നഴ്സിംഗിൽ പഠിക്കുന്ന നല്ല വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവെ, ഞങ്ങൾ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വർഗീയമായ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുടെ മോളെ പൊതിയണമേ കർത്താവെ. ഉന്നതമായ വിജയം യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. എന്റെ കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. സോമിനി കോട്ടയത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകളുടെ ഭർത്താവിന്റെ മദ്യപാനം മാറി കുടുംബസമാധാനം കിട്ടണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ കർത്താവെ കലഹമുണ്ടാക്കുന്ന, കർത്താവെ സ്വസ്ഥത കൊടുക്കാത്ത ദുഷ്ടന്റെ സകല അന്ധകാര ശക്തികളും യേശുവിന്റെ നാമത്തിൽ കൂടാരം വിട്ട് പുറത്തു പോകട്ടെ. ദൈവിക സമൃദ്ധിയും ജീവനും ഉണ്ടാകുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. തിരുവല്ലായിലെ കുഞ്ഞമ്മ വിളിച്ചേക്കുന്നു. മരുന്ന് കഴിച്ചിട്ട് അലർജിയാണ്, വായിൽ വേദനയാൽ ഭാരപ്പെടുന്നു. പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, എല്ലാ അലർജിയുടെ പ്രയാസങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവ്, പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. എന്റെ കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ജോളി വാങ്ങാനത്തൊന്ന് വിളിച്ചിരിക്കുന്നു. ബ്ലഡിന്റെ കൗണ്ട് കുറയാതിരിക്കുവാൻ പ്രാർത്ഥിക്കണം. ഡെങ്കിപ്പനി ആകാതിരിക്കാൻ പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ ചൈതന്യം ഇപ്പോൾ തന്നെ മകളുടെ എല്ലാ മേഖലയിലും വ്യക്തമായി വെളിപ്പെടുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. ആ ഭയപ്പെടുന്ന പനി ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ. കുറലങ്ങാടുന്ന ദിവ്യ വിളിച്ചിരിക്കുന്നത് ഇന്ന് +2 CBSE +2 റിസൾട്ട് വരെ നല്ല വിജയം ഉണ്ടാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേക കുഞ്ഞുങ്ങൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നല്ല റിസൾട്ട് തന്നെ അവർക്കുണ്ടാകാൻ, ഉന്നത വിജയം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അവർക്ക് തുറന്നുള്ള എല്ലാ വിദ്യാഭ്യാസത്തിന്റെ വഴികൾ നമ്മുടെ കർത്താവ് തുറന്നു കൊടുക്കാൻ, ഉന്നതമായ കടന്നു പോകാൻ നമുക്ക് ഒന്നിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവിന്റെ കൃപ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അവർക്ക് ഉന്നതമായ ഭാവി കർത്താവ് നൽകിക്കോട്ടെ. ഉന്നതമായ വിജയം അവർ കടന്നു പോകുന്നിടത്തെല്ലാം കർത്താവ് നൽകി കൊടുക്കുന്നതിനായി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒന്നിച്ച് കർത്താവ് ഞങ്ങൾ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിഷയ കർത്താവ് CBSE +2 റിസൾട്ടിന് വേണ്ടി കർത്താവ് 10 റിസൾട്ടിന് വേണ്ടി കാത്തിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ വിജയം തന്നെ അവർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തുടർന്നുള്ള കർത്താവ് കോഴ്സുകളിലേക്ക് പോകുവാനുള്ള വഴി വാതിലുകൾ നീ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാ ആവശ്യങ്ങളും നീ കൂടെ ഇരിക്കണം. കർത്താവ്, ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ വിജയം നീ അവർക്ക് നൽകുന്നതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. കാട്ടാക്കടയിൽ നിന്ന് രാജൻ എന്ന ബ്രദർ വിളിച്ചിരിക്കുന്നു. 13 വർഷം മുമ്പ് തെങ്ങിൽ നിന്ന് വീണു. ഒരുപാട് പ്രയാസങ്ങൾ ഇപ്പോൾ ശാരീരികമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ വീഴ്ചയിൽ നിന്ന് സംഭവിച്ച എല്ലാ നഷ്ടങ്ങളെയും നീ കർത്താവെ അദ്ദേഹത്തിന് മാറ്റി കർത്താവെ നല്ലൊരു ജീവിതം നയിക്കുവാൻ കർത്താവെ ശരീരത്തെ നീ ഉപയോഗിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. അമേൻ. തുളസി തൃശ്ശൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾ പനിയാൽ ഭാരപ്പെടുന്ന കർത്താവേ, ആ പനിയാൽ ഭാരപ്പെടുന്ന മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആ പനി മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ ആ ശരീരത്ത് വ്യാപരിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. കാട്ടാക്കടയിൽ നിന്ന് ഉഷ എന്ന സിസ്റ്റർ വിളിച്ചിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് പേടിച്ച് പനി വരുന്നു. സുധയുടെ ഭർത്താവിന് മദ്യപാനത്തിൽ നിന്ന് മോചനം ലഭിക്കണം. അതുപോലെ ആ ദേശത്ത് മഴ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ജീവിതം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബ ജീവിതം ധന്യമായി തീരുമാറാകട്ടെ. കർത്താവെ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകലവിധമായ പേടിയുടെ കർത്താവെ അനുഭവങ്ങൾ മാറട്ടെ. കർത്താവെ അതുപോലെ കർത്താവെ ആ ഭർത്താവിനായി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി കർത്താവെ നീ തൊട്ട് കർത്താവ് ആ ജീവിതത്തിന് വേണ്ടി രൂപാന്തരത്തെ നൽകുമരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് മഴ നൽകി നീ അവരെ അനുഗ്രഹിക്കുന്ന ദൈവമാകിയാതിനെ വാഴ്ത്തും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗ്രേസ് മക്കൾക്ക് ജോലി ലഭിക്കണം. ഇളയ മകന് പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ജോലിയില്ലാത്ത 2 മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എത്രയും വേദന കർത്താവെ ഒരു നല്ല ജോലി കൊടുത്ത് ആ 2 പേരും അങ്ങ് മാനിച്ചാട്ട് ആ പഠനം പഠിച്ചുകൊണ്ടിരിക്കുന്ന മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമുട്ടുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. അവിടെ പഠനത്തിൽ കർത്താവെ ഒരു ഉന്നത വിജയം നീ കൊടുത്താട്ട് 2 പേരുടെ ഭാവം ഞങ്ങൾ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അനുഗ്രഹിച്ചാട്ട് പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 2 ആൺമക്കളുണ്ട്. 34-32 വയസ്സുള്ള 2 ആൺമക്കളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നത് ബേബി എറണാകുളത്ത് നിന്ന്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അദ്ദേഹത്തെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അദ്ദേഹത്തിന്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവിക സാന്നിധ്യത്തിൽ അവരെ നിറച്ചാട്ടെ. കർത്താവെ, ഈ വർഷം തന്നെ കർത്താവ് അവർക്ക് ദൈവിക നന്മകളെ കണ്ടെത്തുവാൻ കർത്താവെ നീ അവർക്ക് വേണ്ട വഴികളെ തുറക്കണമേ. കർത്താവെ, അനുയോജ്യമായ വിവാഹ ആലോചനകൾ കർത്താവെ അവർക്ക് ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സംഭവിച്ചതിനായി സ്തോത്രം.
അവൻ ബിന്ദു എറണാകുളത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ഹസ്ബൻഡ് ലിവർ പ്രോബ്ലമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. കർത്താവെ, ആ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയ മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്ത് തന്നെ പ്രോബ്ലം ആയാലും കർത്താവെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ ലിവർ കർത്താവെ നോർമൽ ഫംഗ്ഷനിലേക്ക് തിരിച്ചു വരട്ടെ. ഒരു പൂർണ്ണ ആരോഗ്യം നീ കൊടുത്താട്ട്, ഒരു പൂർണ്ണ സൗഖ്യം അങ്ങ് കൊടുത്താട്ട്. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തിരുവല്ലാൻ ഏലിയാമ്മ മാറ്റി വിളിച്ചിരിക്കുന്നത് ബ്രദറിന്റെ മകൻ ഖത്തറിൽ 1 മാസമായിട്ട് കണ്ണ് ചുവപ്പ്, വേദനയാൽ ഭാരപ്പെടുന്നു, പ്രാർത്ഥിക്കേണ്ടി വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഖത്തറിലായിരിക്കുന്ന മോന് വേണ്ടി വിളിച്ചു. നമുക്കറിയാം, നമ്മുടെ നാട്ടിലായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെ പലവിധമായ രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ മാതാപിതാക്കൾ ഭയങ്കരമായി വേദനിക്കും. പക്ഷെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രയാസപ്പെടുമ്പോൾ അവർ അവിടെ അടുക്കലില്ല, അവർ അതിലും ഭാരപ്പെടുന്നു. നമുക്ക് ഒന്നിച്ച് വിഷയത്തിനായിട്ട് പ്രാർത്ഥിക്കാം. അതിനു മുമ്പ് നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 ഓക്കെ, നമുക്ക് ആ കോൾ വന്നോളും. നമ്മൾ തിരുവല്ല ഏലിയാമ്മ വിളിച്ച വിഷയത്തിന് പ്രാർത്ഥിക്കും. മാസമായിട്ട് കണ്ണു ചുവപ്പിനാൽ ഭാരപ്പെടും. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ അത്ഭുതകരം ആ പൈതലിന്റെ മേൽ ഇപ്പോൾ തന്നെ ഇറങ്ങേണ്ടതിനായി. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ പൈതലിന്റെ മേൽ ദൈവമേ നിന്റെ സൗഖ്യത്തെ ഈ നിമിഷം തന്നെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങ് ദൂരത്തിലും പ്രവർത്തിക്കാൻ മതിയായവന. ഇന്ന് പകൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം മകന്റെ മേൽ നിന്റെ സൗഖ്യത്തെ അയച്ച് പരിപൂർണമായി അങ്ങ് വിടുവിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. സൗദി അറേബ്യയിൽ നിന്ന് ബീന സാജൻ വിളിച്ചിരിക്കുന്നു. മകൻ നീതു സാജൻ 3ാം പ്രാവശ്യം നേഴ്സിംഗിന് സപ്ലിമെന്ററി എക്സാം എഴുതുന്ന ഈ പ്രാവശ്യം ജയിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വർഗീയ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തോൽവിയും മാറി പോകട്ടെ കർത്താവ്. ഈ പ്രാവശ്യം നന്നായി എക്സാം എഴുതുവാനും നല്ലൊരു വിജയം കരസ്ഥമാക്കുവാനും കർത്താവ് സഹായിക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വത്സമ്മ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾ അനുജയുടെ പ്രൊജക്ട് റിജക്ട് ചെയ്യാതിരിക്കുവാനായി പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുതലും സംരക്ഷണവും ഉണ്ടാകട്ടെ. എല്ലാം നന്നായി ചെയ്യുന്ന ദൈവപ്രവർത്തനങ്ങൾ വെളിപ്പെടുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. വെള്ളായിരം ഇനി വിളിച്ചിരിക്കുന്ന മകൾ CBSE റിസൾട്ട് എന്ന് വരും. അതുപോലെ ഭർത്താവ് പാർലീസായിട്ട് നടക്കുന്നു, സംസാരിക്കത്തില്ല. കർത്താവെ, ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മകൾക്ക് നല്ല റിസൾട്ട് കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആ സംസാര ശേഷി വീണ്ടും കിട്ടട്ടെ. കർത്താവ്, തടസ്സം നിൽക്കുന്ന എല്ലാ ശക്തികളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഈ നിമിഷം തന്നെ ഒരു വ്യത്യസ്തത യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. എന്റെ കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കായംകുളത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ബ്രദറിന്റെ ഹൗസ് വാമിംഗ് ആണ്, പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവയുടെ കരം അവിടുത്തെ പ്രവർത്തിക്കുമാറാകട്ടെ. സമൃദ്ധിയായ ജീവൻ ആ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. അത്ഭുതകരമായ ഒരു ജീവിതം നയിപ്പാൻ അവരെ ഇടയാക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ചാലക്കുടിയിൽ തോമസ് വിളിച്ചിരിക്കുന്നു. മാതാപിതാക്കൾ മരിച്ചു കിട്ടാനുള്ള ഷെയർ കിട്ടുന്നതിന് വേണ്ടി കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മകന് അവന് ലഭിക്കാനുള്ള ഷെയർ കർത്താവ് തക്ക സമയത്ത് ലഭിക്കുവാൻ അധികാരിയുടെ ഹൃദയത്തോട് കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. അതിന്റെ മേൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആന്റണി പച്ചാളം വിളിച്ചിരിക്കുന്നു. റെയിൽവേ സ്ഥലം ഏറ്റെടുത്തത് മൂലം മഴവെള്ളം വീട്ടിലേക്ക് കയറുന്നു, പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. ദൈവകൃപയിൽ ആ കുടുംബത്തെ മറയ്ക്കും, യേശുവിൻ നാമത്തിൽ തന്നെ. നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, ഞാൻ കാട്ടാടുന്ന സുനിത വിളിക്കുവാന്ന്. പറഞ്ഞാട്ടെ. ഹലോ, എനിക്ക് വയറ് ഭയങ്കര വേദന, അത് ബ്ലീഡിങ് ആയിട്ട് ഇരിക്കുവാന്ന്. എന്തായിരുന്നു പേര്? എന്റെ പേര് സുനിത. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രിയ ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ കരം ഇപ്പോൾ തന്നെ യേശുവേ ആ മകളുടെ മേൽ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അലട്ടുന്ന എല്ലാ ക്ലേശങ്ങളും, ആ ബ്ലീഡിങ്, അത് നിമിത്തമുള്ള എല്ലാ വയറുവേദന, എല്ലാ പ്രയാസങ്ങളും, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള സകല വിഷയങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറട്ടെ. യേശു ചെയ്ത സൗഖ്യം വ്യക്തമായ മകൾ അനുഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ പിതാവേ. ഗുഡ് മോർണിംഗ് പ്രമോദേ. ഇന്നലെ അക്കാഡമിയ വളരെ അനുഗ്രഹമായിരുന്നു എന്ന് 100 കണക്കിന് വിദ്യാർത്ഥികൾ വിളിച്ചു പറയുന്നു. തീർച്ചയായിട്ടും ഇന്നലെ 3 to 5 നടന്ന അക്കാഡമിയ എന്ന വിദ്യാഭ്യാസ സെമിനാർ അനേക അധ്യാപകർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും അത് അനുഗ്രഹമായിരുന്നു എന്ന് ആളുകൾ ഇങ്ങോട്ട് വിളിച്ചു പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞു. ഞങ്ങളോടൊപ്പം പ്രമോദ് ഓർമ്മപ്പെടുത്തിയതുപോലെ
ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും നന്ദി. അതുപോലെ നാളെ 28-ാം തീയതിയാണ് നമ്മുടെ 100 ദിവസമായി നമ്മൾ ഈ TV-യിലൂടെ ആരാധന നമ്മൾ ഒരു തുടങ്ങിയിട്ട് അതിന്റെ ഒരു സെലിബ്രേഷൻ വിശേഷിച്ചാൽ നാളെ ഉണ്ടാകും. നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു. അൺഎക്സ്പെക്ടഡ്, ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്തത് നാളെ പ്രതീക്ഷിക്കണം. പ്രേയിങ് കേരള തുടങ്ങിയിട്ട് 100 ദിവസങ്ങളായി. ആയിരക്കണക്കിന് ജീവിതങ്ങളുടെ കണ്ണുനീർ യേശു ഒപ്പുന്നത് കാണുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ ലോകത്തിന്റെ നാനാരാജ്യങ്ങളിൽ ധാരാളം ദൈവദാസന്മാർ, ദൈവദാസിമാർ പ്രാർത്ഥനയിൽ ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം നിന്നു. 100% ഞങ്ങൾ നന്ദി ഓരോരുത്തരെയും അറിയിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം താങ്കളുടെ എല്ലാ നിഷ്കളങ്കമായ ശുശ്രൂഷയുള്ള എല്ലാ അധ്വാനത്തിനും ധാരാളമായ നന്മയും പ്രതിഫലവും നൽകി ആദരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹസ്ബൻഡ് ജേക്കബിന് ലിവർ സിറോസിസ് ആയി കൂടിയപ്പോഴാണ് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞത്. പ്രാർത്ഥനയുടെ ഫലമായി യേശു അത്ഭുത സൗഖ്യം അദ്ദേഹത്തിന് കൊടുത്തു എന്ന് മിസ് മേരി ജോസഫ് പാലക്കാട് എന്ന് വിളിച്ച് പറഞ്ഞിരിക്കുന്നു. പാലക്കാട് നമുക്ക് ടെലിഫോൺ വന്നിട്ടുണ്ട്. അടുത്ത പ്രേയേഴ്സ് റിപ്പോർട്ട് പറയുന്നതിന് മുമ്പ് ഹലോ 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 സാറ് പറഞ്ഞാട്ടെ. ഹലോ ഹലോ കേക്കാം, പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് തങ്കച്ചനാണ് വിളിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന്. ഞാൻ വിളിച്ചത് ഇന്നലത്തെ അക്കാഡമി വളരെ നന്നായിരുന്നു. ഞങ്ങൾ ഫുൾ സമയം കണ്ടു. എന്നിട്ട് അപ്പൊ ഞങ്ങള് ഇന്നിപ്പം മകള് MSc നഴ്സിംഗിന് പഠിക്കുകയാണ്. അപ്പം പിന്നെ മകള് ഇന്നലെ രാത്രി വിളിച്ചു പറഞ്ഞു നമുക്കുള്ള സെമിനാറും പിന്നെ റിസർച്ചിന്റെ സെമിനാറൊക്കെ ഇന്നാണ്. അപ്പൊ അതൊന്ന് ശരിയാകാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. മോക്ക് വയറുവേദന ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് മാറ്റി ഫുൾ സൗഖ്യം കൊടുക്കാനായിട്ട് ഒന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നത് വളരെ നന്ദി. സാറിന്റെ വീട് തിരുവനന്തപുരത്ത് ഉള്ളൂരില്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും വിളിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. അക്കാഡമിയ എന്ന സെമിനാർ അനേകർക്ക് അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയ്ക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം തിരുവനന്തപുരത്തു നിന്നുള്ളവരായിരുന്നു കൂടുതൽ റിസോഴ്സ് പേഴ്സൺസ്. അതിനകത്ത് വന്ന 3 പേരും അധ്യാപകരും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെയായിരുന്നു. കോളേജുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരായിരുന്നു. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ വീണ്ടും നല്ല നല്ല കോൺഫറൻസസ് പ്രേയിങ് കേരളയിലൂടെ ദൈവം നമുക്ക് നൽകുന്നതായിരിക്കും. അടുത്ത കോൺഫറൻസ് വിൽ ബി ഓൺ ഹെൽത്ത്, ആരോഗ്യത്തെ കുറിച്ചായിരിക്കും പ്രേയിങ് കേരളയിൽ വരാൻ പോകുന്ന അടുത്ത കോൺഫറൻസ്. അതിന്റെ ഡേറ്റ് ഉടൻ തന്നെ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. നമുക്കൊന്നിച്ച് പ്രിയ മിസ്റ്റർ തങ്കച്ചൻ പറഞ്ഞതുപോലെ ആ മകൾക്കായി പ്രാർത്ഥിക്കാം. MSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. വയറുവേദനയാൽ ആ വ്യക്തി ഭാരപ്പെടുന്നു. മാത്രമല്ല ഇന്ന് റിസർച്ചിന്റെ സെമിനാർ നടക്കുന്നുണ്ട്. അതിൽ 100% വിജയം ആ മകൾക്കുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അവൾ അനുഗ്രഹീതയാകട്ടെ. ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. വിശേഷാല് ഇതുപോലുള്ള സെമിനാറുകള് നമ്മുടെ ഈ ആരാധന മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മുടെ കൂടെ ആരാധിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അവരുടെ സപ്പോർട്ടും നമുക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ നിങ്ങളുടെ കൈത്താങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഗ്രേസ് ചാപ്പൽ, കോട്ടയം ഗ്രേസ് ചാപ്പൽ കുടുംബമാണ് ഈ 100 ദിവസങ്ങൾ നാളെ പൂർത്തീകരിക്കുമ്പോൾ ഇതിന്റെ ചെലവുകൾ വഹിക്കുവാനായിട്ട് മുമ്പോട്ട് വന്നത്. ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അടുത്ത 100 ദിവസങ്ങളിലേക്ക് ഞങ്ങൾ താങ്കളെ ഓരോരുത്തരെയും ഈ ശുശ്രൂഷയുടെ ഭാരം ഞങ്ങളോടൊപ്പം വഹിക്കുവാൻ ഞങ്ങൾ ക്ഷണിക്കുന്നു. തീർച്ചയായിട്ടും 7 മണിക്ക് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് തീർച്ചയായിട്ടും ആ വിവരങ്ങൾക്ക് വ്യക്തമായ ആലോചനകൾ ലഭിക്കുന്നതായിരിക്കും. നമുക്കൊന്നിച്ച് ലോകത്തിലെ അനേക രാജ്യങ്ങളിൽ കഷ്ടപ്പെട്ട ദുഃഖിക്കുന്ന, ഇരുട്ടറയിൽ കിടക്കുന്ന, കുണ്ടറയിലായിരിക്കുന്ന, ബന്ധനത്തിലായിരിക്കുന്ന, പിശാചിന്റെ പിടിയിലായിരിക്കുന്ന, രോഗത്തിന്റെ കെടുതിയിലായിരിക്കുന്ന, ലക്ഷ്യം തെറ്റിയ ജീവിതങ്ങളെ യേശുവിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ നമുക്കൊന്നിച്ച് കൈകോർക്കാം. പ്രാർത്ഥിക്കുന്ന കേരളം ദൈവം നമുക്കൊന്നിച്ച് നൽകിയിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതുവരെ ഈ ശുശ്രൂഷയിൽ മുൻപോട്ട് വന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ദൈവം ധാരാളം പ്രതിഫലം നൽകി ആദരിക്കട്ടെ. സ്കൂൾ ഹെഡ് മാസ്റ്ററാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ആള്.
മിസ്റ്റർ സുകുമാരൻ സാറ് ചെയ്യാത്ത കുറ്റത്തിന് ഒരു സസ്പെൻഷനിലൂടെ കടന്നു പോവുക. ഇന്ന് ഗവൺമെന്റ് തലത്തിൽ അതിനൊരു എൻക്വയറി വരുന്നുണ്ട്. കുറ്റക്കാരനല്ലെന്ന് തെളിയണം. അദ്ദേഹം 6 ലക്ഷം രൂപ ഒരാവശ്യത്തിന് പ്യൂണിന് കൊടുത്തതാണ്. അപ്പോൾ അതെല്ലാം കൂടെ തിരിഞ്ഞു മറിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെയായി മാറി. കഴിഞ്ഞ ദിവസം ആ പ്രിയപ്പെട്ട സാറ് ഭയങ്കരമായി ചങ്ക് പൊട്ടി കരയുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഇന്ന് ദൈവം അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ. Yes Lord, as we sing the same song, കർത്താവേ, ഞങ്ങൾ ഈ പാട്ട് പാടുന്നത് പോലെ യേശു ഉള്ളത് കൊണ്ട് സകലത്തിന്റെയും മീതെ ജീവിക്കുവാൻ ഈ പ്രിയപ്പെട്ടവരിടയാകട്ടെ. അവിടെ സത്യാവസ്ഥ തെളിയട്ടെ യേശുവിന്റെ നാമത്തിൽ പിതാവേ. ഹസ്ബൻഡ് ജോൺസൺ എയർപോർട്ടിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞിരുന്നു. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു. നല്ല രീതിയിൽ പാസ്സാകുവാൻ ദൈവം സഹായിച്ചു. പ്രാർത്ഥിച്ച കേരളത്തിൽ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. തുളസി തൃശ്ശൂരിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സജീവിന് ജോലി ലഭിച്ചു. വീസ ശരിയാകാൻ വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. അനേക പ്രൈസ് റിപ്പോർട്ട് കഴിഞ്ഞ ശനിയാഴ്ച പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. 5 മാസമായി ഇരുന്നു. പ്രാർത്ഥനയുടെ ഫലമായി ആ നിമിഷം മുതൽ കൈകൾ ചലിക്കാൻ തുടങ്ങി. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. മരുമകൾക്ക് ക്യാൻസർ എന്ന സംശയം ഉണ്ടായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. മിസ് ആലീസ് കൊല്ലത്തു നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചു. പൂർണ്ണ സൗഖ്യം യേശു നൽകി. യേശു എത്ര നല്ലവന്. മകന്റെ ഇന്റർവ്യൂ വിളിച്ച് പ്രാർത്ഥന കേരളത്തിൽ പറഞ്ഞിരുന്നു പ്രാർത്ഥിക്കുവാൻ. മിസ് ലീലാമ്മ ചെങ്ങന്നൂരിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവനെ സെലക്ട് ചെയ്തു. ജോലി വേഗം കരങ്ങളിൽ ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനോ ആ ജീവിതം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹസ്ബൻഡ് ജേക്കബ് ലിവർ സിറോസിസ് കൂടിയ വേളയിൽ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് വിളിച്ചു പറഞ്ഞിരുന്നു. യേശു അത്ഭുത സൗഖ്യം നൽകി. എല്ലാത്തിനും വിജയവും എല്ലാത്തിനും വിടുതലും നൽകുന്ന എന്റെ യേശുവിന് നന്ദിയോടെ 2 കരങ്ങൾ ഉയർത്തി. യേശു ഉള്ളത് കൊണ്ട് നമുക്ക് ഭാവിയെ നേരിടുവാൻ. അടുത്ത വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പ് കഴിയുമെങ്കിൽ എല്ലാവരും ആ സ്ഥലങ്ങളിൽ എഴുന്നേറ്റ്. ലോകത്തിന്റെ ഏത് രാജ്യങ്ങളിലാണെങ്കിലും യേശു ഉള്ളത് കൊണ്ട് നമുക്ക് ശുഭമായൊരു ഭാവിയുണ്ട്. ഞങ്ങളോട് ചേർന്ന് ഈ പാട്ട് എല്ലാവരും ചേർന്ന് ആകുലമില്ല നാളെയെന്ന ഭീതിയില്ല ഭാവിയെല്ലാം കയ്യിലെന്തോ ഉറപ്പോടെ ഒരിക്കൽ കൂടെ ചേർന്ന് നാളെയെന്ന ഭീതിയില്ല ഭാവിയെല്ലാം കയ്യിലെന്നോ ആയത്ര ധന്യമേ. എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടെ ആകുലമില്ല നാളെയെന്ന ഭീതിയില്ല. എല്ലാ വീടുകളിലും ആശുപത്രികളിലും എല്ലാവരും ചേർന്ന് രോഗത്തിലൂടെ പോകുന്നെങ്കിലും ക്ലേശങ്ങളിലൂടെ പോകുന്നെങ്കിലും യേശു ഉള്ളത് കൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവരും ചേർന്ന് എല്ലാവരും ചേർന്ന് ആവർത്തിച്ച് ഒരു പ്രാവശ്യം കൂടെ ചേർന്ന് പാടിക്കൊണ്ട് അഭിഷേകങ്ങളുടെ മേലുള്ള ദുഷ്ടന്റെ ആധിപത്യങ്ങൾ നാം യേശുവിൽ വിശ്വസിക്കുന്നതിനാൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സൗഖ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ. എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടെ ആകുലമില്ല നാളെയെന്ന 99 ദിവസങ്ങൾ
കർത്താവ് കൃപയോടെ നമ്മെ പരിപാലിച്ചു. അനേകായിരങ്ങളുടെ വിടുതലുകൾ കണ്ട് സന്തോഷിക്കുവാൻ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന ആയിരങ്ങൾക്ക് ഇടയാക്കി തീർത്ത ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ I can face tomorrow. എല്ലാവരും കരങ്ങളെ തട്ടി ചേർന്ന് because I know, yes I know, He holds my future and the life is living just because He lives. മൂത്ത മകൻ ദൈവവേദമെങ്കിൽ അത് നടക്കണം. അതുപോലെ ഇളയ മകന് നല്ല ശമ്പളം ലഭിക്കണം. ഭർത്താവിന് വൈഫ് ജാൻസി ഡെങ്കി ഫീവർ കൂടി ICUവിലാണ്. സഹോദരി അന്നമ്മ നമ്പർ കൊടുത്തിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അടിമാലി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ തന്നെ ആ സിസ്റ്ററിന്റെ മേൽ പൂർണ്ണ സൗഖ്യം, വ്യക്തമായ വിടുതല് ഇപ്പോൾ ഉണ്ടാകട്ടെ. ICUവിലായിരിക്കുന്ന ഓരോ രോഗിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുക. ഈ സന്ദർഭത്തിൽ താങ്കളോ താങ്കളുടെ പ്രിയപ്പെട്ടവരോ ICU യൂണിറ്റില്, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലായിരിക്കുന്നെങ്കിൽ, അത്യാസന നിലയിലോ രോഗത്തിന്റെ വഷളായ വേളയിൽ ICUവിലേക്ക് മാറ്റിയ അവസ്ഥയിലോ ഡോക്ടർമാർ തള്ളപ്പെട്ട അവസ്ഥയിലുമാണെങ്കിൽ, ഇന്ന് പകൽ നമ്മൾ പാടിയ ഈ പാട്ട് പോലെ യേശു ഉള്ളത് കൊണ്ട് നിങ്ങൾ ജീവിക്കുക. യേശു ഉള്ളത് കൊണ്ട്, യേശു ജീവിക്കുന്നതിനാൽ നിങ്ങളും ജീവിക്കുക. യേശു ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കുക. മാറിൽ കരം വെച്ച് ഉറക്കെ വിളിച്ചു പറ, യേശു ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കുക. യേശു ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കുക. എന്നോട് ചേർന്ന് ആവർത്തിച്ച് അത് ഏറ്റുപറഞ്ഞാണ്, യേശു ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കുക. രോഗികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതു കാരണം കൊണ്ട് അവർ ICUവിലായിരിക്കുന്നെങ്കിൽ, അത്യാസന നിലയിലെന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം യേശുവിന്റെ നാമത്തിലുണ്ടാകട്ടെ. I declare 100% divine order over their lives in Jesus mighty name. യേശുവിന്റെ നാമത്തിൽ വ്യക്തമായ ദൈവത്തിന്റെ ഓർഡർ ഇന്ന് തന്നെ അവർ ICUവിൽ പുറത്തിറങ്ങി തുള്ളിയും ചാടിയും നടന്നുകൊണ്ട് അവരുടെ ഭവനങ്ങളിലേക്ക് പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. തുമ്പവണ്ണിൽ നിന്ന് ലീലാമ്മ എന്ന സിസ്റ്റർ വിളിച്ചിരിക്കുന്നു. ഇളയ മകന് നല്ല ജോലി ലഭിക്കണം, ഭർത്താവിന് മാനസാന്തരം ലഭിക്കണം, പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഈ ജീവിതങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മകന് നല്ലൊരു ജോലി ലഭിക്കേണ്ടതായി പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന് മേൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുവാൻ തക്കോണിടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ജീവിതത്തിന് വേണ്ട മാനസാന്തരം ഉണ്ടാവേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. വിളിച്ചിരിക്കുന്ന കാലിന്റെ മുട്ടിന് ഒരു മുറിവുണ്ട്. ഷുഗർ ഉള്ളത് കാരണം അത് കരിയുന്നില്ല. കർത്താവേ, മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ മുറിവ് കർത്താവേ യേശുവിന്റെ നാമത്തിൽ കരിയട്ടെ. ആ ഷുഗറിന്റെ ലെവലുകളെല്ലാം കർത്താവേ നോർമൽ ആകട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം നീ കൊടുത്താട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. കളത്തിൽപ്പടിയിൽ നിന്നും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ലിബി വിളിച്ചിരിക്കുന്നത് അച്ഛന്റെ മദ്യപാനം മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ആ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആ പിതാവിന് മേല് കർത്താവേ നിന്റെ ദൈവിക കരം വെളിപ്പെടുമാറാകണമേ. കർത്താവേ ആ ജീവിതത്തിന് മാനസാന്തരത നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണ വിമോചനം ഉണ്ടാവട്ടെ. കർത്താവേ കുഞ്ഞിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. പാഠ്യ പദ്ധതികളിലെല്ലാം കർത്താവേ നല്ല മാർക്കോടെ പാസ്സാവാൻ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പാലസ്തീനുമായി സമാധാനത്തിന് സമയമായെന്ന് ഇസ്രയേൽ അനൗൺസ് ചെയ്ത ഒരു നല്ല വാർത്തയാണ് ഇന്നത്തെ മനോരമയുടെ ഫ്രണ്ട് പേജിൽ വന്നിരിക്കുന്നത്. ദീർഘകാലങ്ങളായി ദൈവത്തിന്റെ മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായത്. ദൈവം ഓരോ കാര്യങ്ങളിലും തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ രാജ്യങ്ങളിലും സമാധാനം ഉണ്ടാകേണ്ടതിന് പല രാജ്യങ്ങളും ഇന്ന് പത്രത്തിന്റെ ഉൾഭാഗങ്ങളിലേക്ക് പോകാൻ സമയമില്ല. ധാരാളം രാജ്യങ്ങളിലെ ക്ലേശങ്ങൾ, കൊലപാതകവും ഒക്കെ നടക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം, യേശുവിന്റെ സമാധാനം അവിടങ്ങളിലൊക്കെ ഉണ്ടാകട്ടെ. നമ്മുടെ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരിടത്തും അനിഷ്ട സംഭവങ്ങളോട് ഉണ്ടാകാതെ
കർത്താവേ, നിന്റെ കരം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. We bless our nation India in Jesus mighty name. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. We bless our government in Jesus mighty name. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഗവൺമെന്റിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് be blessed in Jesus name. കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലായിടത്തും ദൈവിക ഓർഡർ ഉണ്ടാകട്ടെ. We pray, Father, divine order. God's order will come all over our nation and all over the world. Yes, let your name be lifted up, Jesus. അങ്ങയുടെ നാമം ഉയരപ്പെടട്ടെ. നമ്മുടെ കേരളത്തെ അനുഗ്രഹിച്ച് ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് എല്ലായിടത്തും കേരളം ഉയർച്ച പ്രാപിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കേരളത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക നന്മ കൊണ്ട് നിറയ്ക്കണം. എല്ലായിടത്തും ആത്മീയ തലത്തില്, ഇക്കണോമിക് രംഗത്ത്, ആരോഗ്യ രംഗത്ത്, എല്ലായിടത്തും ബിസിനസ് രംഗത്ത് കേരളം കുതിച്ചുയരട്ടെ. യേശുവിന്റെ നാമത്തിൽ നൂറുകണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. സമയത്തിന്റെ പരിമിതി ഞങ്ങളുടെ മുമ്പിലുണ്ട്. എന്നാൽ താങ്കളുടെ പേര് അഥവാ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒട്ടും വിഷമിക്കേണ്ട. ദൈവത്തിന്റെ മക്കൾ ചേർന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് മുതൽ അടുത്ത മിനിറ്റുകൾ താങ്കളുടെ ജീവിതത്തിൽ വലിയ വിടുതലുകളുടെ പകലാണ്. ദൈവത്തിന് സ്തോത്രം. നാളെ രാവിലെ വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കണം. കർത്താവിന്റെ ദാസന്മാർ പലരും നമ്മോടൊപ്പം ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് നാളെ ഉച്ച കഴിഞ്ഞ് 3 മുതൽ 5 വരെ റവറൻഡ് ഡോക്ടർ ഹാരി ഗോംസ് അവരുകൾ അതിശക്തമായി ലോകരാജ്യങ്ങൾ ദൈവം തന്റെ കരങ്ങളിൽ ഉപയോഗിക്കുന്ന ഈ ദൈവഭൃത്യം നമ്മോടൊപ്പം ഈ സ്റ്റുഡിയോയിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും ഹാർവസ്റ്റ് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ഒരു നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഹാർവസ്റ്റ് ടെലിവിഷൻ ഫാമിലിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിധത്തില് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ആ കുടുംബത്തിന് മേൽ ഉണ്ടാകട്ടെ. കർത്താവേ, ഇത് ഓരോ ദിവസവും വികസനത്തിൽ നിന്ന് വികസനത്തിലേക്ക് ഈ ശുശ്രൂഷ കടന്നു പോകട്ടെ. കേരളത്തിലെ, ഇന്ത്യയിലുള്ള എല്ലാ സുവിശേഷീകരണ പ്രവർത്തനങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ വേളയിൽ അധ്വാനിക്കുന്നു ഓരോ ദൈവദാസനെയും ദൈവദാസിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ എല്ലാവരെയും പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ക്ലേശങ്ങളിലൂടെ പോകുന്ന കർത്തൃവേലക്കാരുണ്ട്. കർത്താവേ, സാമ്പത്തികമായി ക്ലേശം അനുഭവിക്കുന്നവരുണ്ട്, ആരോഗ്യപരമായി വെല്ലുവിളികൾ നേരിടുന്നവരുണ്ട്, സമൂഹത്തിൽ നിന്ന് വെല്ലുവിളികൾ നേരിടുന്നവരുണ്ട്. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ഹല്ലേലൂയ, അവിടുന്ന് ദൂതന്മാരെ അയച്ച് അവിടുന്ന് കാവലിറങ്ങുന്ന ദൈവമാ. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ മേലും ആരോഗ്യവും യേശുവിന്റെ സമൃദ്ധമായ ജീവനും ദൈവകൃപയുടെ കവിഞ്ഞൊഴുക്ക് ഓരോരുത്തരുടെ മേലും ഉണ്ടാകട്ടെ. ഇന്ന് ഓരോ ദൈവദാസനും ഓരോ ദൈവദാസിയും ചെയ്യുന്ന ദൈവിക ശുശ്രൂഷകളെല്ലാം 100% ഫലപ്രദമായി തീരട്ടെ. ഞങ്ങളുടെ രാജ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവസഭ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ. നാളെ പ്രഭാതത്തിൽ വീണ്ടും നമ്മൾ ഒന്നിച്ച് കാണുന്നതുവരെയും കർത്താവിന്റെ കൃപയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. 100 ദിവസങ്ങൾ തികയുന്ന നാളെ പകൽ പ്രേയിങ് കേരളയുടെ എല്ലാവിധമായ സന്തോഷവും ഞങ്ങളോടൊപ്പം നിന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നന്ദി എന്നല്ലാതെ വേറൊന്നും പറയുവാനില്ല. എല്ലാത്തിനും കർത്താവിന്റെ നാമം മഹിമപ്പെടട്ടെ. 10,000 യെസ്. ഇന്ന് തന്നെ പ്രേയിങ് കേരളയിലൂടെ താങ്കൾക്ക് ദൈവം ചെയ്ത വിടുതലുകൾ, അനുഗ്രഹങ്ങൾ, പ്രേയിങ് കേരള താങ്കളെ ഇന്ന് 7 മണിക്ക് ശേഷം ഞങ്ങളെ തീർച്ചയായിട്ടും വിളിച്ചു പറയണം. ഒരു വിഷയത്തിലെങ്കിലും ഈ ശുശ്രൂഷ താങ്കൾക്ക് അനുഗ്രഹമായെങ്കിൽ അത് തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കണം. അത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രോത്സാഹനമാണ്. വെളുപ്പിനെ എഴുന്നേറ്റ് ഈ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുന്ന എന്റെ കൂടെയുള്ള സഹോദരി സഹോദരന്മാർ, വിശേഷ കുഞ്ഞുങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഒരു പ്രോത്സാഹനമായിരിക്കും. പ്രാർത്ഥനാ കേരളം താങ്കൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അത് വിളിച്ചു പറയുക. ഒന്നുകിൽ ഇമെയിൽ അയക്കാമെങ്കിൽ അത് ചെയ്യുക, SMS വഴിയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ തന്നെ ഓരോ കുടുംബങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൽ എല്ലാവർക്കും ശുഭമായ ഭാവിയുണ്ട്. In Jesus, each of us have bright future. നീ എത്ര നല്ലവൻ യേശുവേ, നീ എത്ര നല്ലവൻ. ഉയർത്തി എന്നെ
യേശു തൻ കരം പ്രാർത്ഥിച്ചപ്പോൾ മദ്യപാനം മാറി. ഭർത്താവിന്റെ ശാന്തി. നെയ്യാറ്റിൻകര ഭർത്താവ് വില്ലി ജോർജ് ക്യാൻസർ ചെക്കപ്പ് ചെയ്തു, കീമോ ചെയ്തു. പ്രാർത്ഥിക്കണം, പൂർണ്ണ സൗഖ്യം ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. എന്നേശുവേ നീ അത്ര നല്ലവൻ, എന്നേശുവേ നീ അത്ര നല്ലവൻ. ഉയർത്തിയ യേശുതൻ കരം ഉയർത്തിയേ പർവ്വതങ്ങൾക്കുമീതെ കൊടുങ്കാറ്റുകൾക്കുമീതെ എന്നേശുവേ നീ എത്ര നല്ലവൻ, എന്നേശുവേ നീ എത്ര നല്ലവൻ. യേശുതൻ കരം ഉയർത്തിയേ പർവ്വതങ്ങൾക്കുമീതെ ഉയർത്തിയേ കൊടുങ്കാറ്റുകൾക്കുമീതെ എന്നേശുവേ നീ എത്ര നല്ലവൻ.